ഹേ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പയ്യൻസ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയാണ്, ചേട്ടാ നമ്പർ തരാമോ, അർജൻറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നമ്പർ അങ്ങനെ പെട്ടെന്ന് കൊടുക്കാറില്ല. സോ അവനോട് കാര്യം ചോദിച്ചു എന്താ സംഭവം എന്ന്. അവൻ വ്യക്തമായിട്ട് പറയുന്നില്ല. ലൈക്ക് പെട്ടെന്ന് ചേട്ടാ ഭയങ്കര അർജൻറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് ഞാൻ നമ്പർ കൊടുക്കുകയാണ്, അവൻ എന്നെ വിളിക്കുകയാണ്. സംഭവം അവൻ ജസ്റ്റ് ജർമ്മനി വന്നിട്ട്, ജർമ്മനിയിൽ ഏകദേശം ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഒരു വർഷത്തെ വിസയ്ക്ക് ജർമ്മനി വന്നതാണ്. കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ഒരു വൺ വീക്ക് കഴിയുന്ന സമയത്ത് അവനോട് പറയുകയാണ്, നിന്റെ കോൺട്രാക്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യാമെന്ന് അവൻ്റെ ആർബിറ്റ്സ്കേപ്പർ ഇവിടുത്തെ എംപ്ലോയർ പറഞ്ഞു. അവൻ എന്നിട്ട് എന്ത് ചെയ്തു, അവനോട് പറയാണ് പിറ്റേ ദിവസം തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോക്കോ, നിനക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ജർമ്മനി നിൽക്കാൻ പറ്റത്തില്ല എന്ന് അവനോട് പറയാണ്. അവൻ ഇതിനെക്കുറിച്ചൊന്നും ആരോടും സംസാരിക്കുന്നില്ല, ചോദിക്കുന്നില്ല. അവന് തന്നെ ആർബിറ്റ്സ്കേപ്പർ നേരിട്ട് പറഞ്ഞ് ഇന്ത്യയിലോട്ട് വിട്ടു. അവൻ ഇന്ത്യയിൽ നിന്നിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാനിങ്ങനെ ഹൗസ് ബിൽഡിങ്ങിന് വന്നതാണ്, 1 ഇയർ വിസ ഉണ്ടായിരുന്നു, 1 വീക്ക് മാത്രമേ ജർമ്മനി നിന്നുള്ളൂ. എന്നെ അവർ പറഞ്ഞു വിട്ടു. ഞാൻ ഇന്ത്യയിൽ ഇപ്പം ഇന്ത്യയിലാണ്. തിരിച്ച് ഇന്ത്യയിൽ എനിക്ക് ജർമ്മനിക്ക് വരാൻ ഈ എൻ്റെ വിസ വെച്ച് വരാൻ പറ്റുമോ, പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ നാട്ടിൽ നിന്ന് പിന്നെ നമ്മൾ വീണ്ടും വേറൊരു കോൺട്രാക്റ്റിന് അപ്ലൈ ചെയ്യണം. കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് വൺസ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ കോൺട്രാക്റ്റ് ഇല്ലാതെ ആ വിസ വെച്ച് നമുക്ക് വരാൻ പറ്റത്തില്ല. കാരണം ആ വിസയിൽ മെയിനായിട്ട് നമ്മുടെ ഇവിടുത്തെ മുൻപ് ചെയ്തിരുന്ന എംപ്ലോയർ അല്ലെങ്കിൽ ആർബിറ്റ്സ്കേപ്പറിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ ആദ്യം വന്നത്. പിന്നെ ആള് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിൽ പോയ ശേഷം തിരിച്ച് വരാൻ പറ്റത്തില്ല. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അവൻ തിരിച്ച് നാട്ടിൽ പോയി. പിന്നെ അവനെ തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ വീണ്ടും വേറെ കോൺട്രാക്റ്റ് കണ്ടെത്തി വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു പോസിബിൾ ചാൻസ് എന്ന് പറയുന്നത് വളരെ റിസ്ക്കിയാണ്. അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ഇവിടെ ജർമ്മനിയിൽ ഉണ്ടെങ്കിൽ അവന് എളുപ്പമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ ഇതിൽ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, ഇത് പലർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്, വൺസ് നിങ്ങൾക്ക് ഇങ്ങനെ ടെർമിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആർബിറ്റ്സ്കേപ്പർ നിങ്ങളുടെ കോൺട്രാക്റ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും ആ സമയത്ത് ഒരിക്കലും നെർവസ് ആവരുത്. കാരണം ഇറ്റ് ഈസ് വെരി കോമൺ ആണ് ജർമ്മനിയിൽ ഇങ്ങനെ ടെർമിനേഷൻ, ലൈക്ക് ക്വിൻഡിഗിങ് എന്ന് പറയുന്നതൊക്കെ ടോട്ടലി കോമൺ ആയൊരു വേർഡാണ്. ജോബിനാണെങ്കിൽ നമുക്ക് കേട്ടിട്ടുണ്ട്. ജർമ്മനിയിൽ വൺസ് നിങ്ങൾ ജർമ്മനിയിലാണെങ്കിൽ ഏറ്റവും സിമ്പിൾ വേ ആണ്, നിങ്ങൾക്ക് ക്വിൻഡിഗിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ നിന്നുകൊണ്ട് തന്നെ പല സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. വൺസ് ക്വിൻഡിഗിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ FS ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ്, ഔപെയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ്, ഇതിനെല്ലാത്തിലും ടെർമിനേഷൻ ബാധകമാണ്. വൺസ് അവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ലൈക്ക് ഔപെയറിൻ്റെ കേസിൽ ഹോസ്റ്റ് ഫാമിലിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ മൊമെൻറ്റിൽ തന്നെ അവർ പറഞ്ഞു വിടും. ലൈക്ക് അവർ നമ്മുടെ കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വൺസ് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞു വിടും. FS ആണെങ്കിലും FS ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ലൈക്ക് ഉർലോബ് വെച്ചാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്രാങ്ക് എടുത്ത് അല്ലെങ്കിൽ ഉർലോബൊക്കെ ആയിട്ട് എടുത്ത് അത് അവരറിഞ്ഞു കഴിഞ്ഞാൽ പൊക്കോളം പറയും. ഹൗസ് ബിൽഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ആദ്യത്തെ 6 മാസം നിങ്ങൾക്കറിയാം പ്രൊബേ സൈറ്റ് എന്ന് പറയും. അപ്പം ഈ പ്രൊബേ സൈറ്റിൽ കാരണം ഇല്ലാതെ നമ്മൾ പറഞ്ഞു വിടാം. കാരണം കാണിക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. അതിനുശേഷം 6 മന്ത് കഴിഞ്ഞിട്ട് കാരണം ഉണ്ടെങ്കിൽ പറഞ്ഞു വിടാം. അവർക്ക് കാരണം മെൻഷൻ നമ്മൾ കാരണം മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൗസ് ബിൽഡിങ്ങിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ഈ കോഴ്സ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്വയം മാറാനും പറ്റും. ഇതൊക്കെ ജസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പോൾ ജർമ്മനിയിലാണ് നിൽക്കുന്നത്, ഇന്ത്യയിലല്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ആരും ഉണ്ടാവത്തില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഫ്രണ്ട്സ് ഉണ്ടാവായിരിക്കും, പറയാൻ പറ്റത്തില്ല. പലരും പല സ്ഥലത്ത്, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാണ്. ഇനി അതുപോലെ തന്നെ പല സ്ഥലത്തും പലരും ഒറ്റയ്ക്കാണ്, പലരും ഗ്രൂപ്പായിട്ടൊക്കെ ഉണ്ട്. ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ട്. ഒറ്റയ്ക്കാണെങ്കിൽ ആരും ഉണ്ടാവത്തില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ പയ്യൻ്റെ കേസിൽ അവന് ആരും പരിചയം ഉണ്ടായിരുന്നില്ല. അവൻ പോയത് നോർമലി ഒരു വില്ലേജ് ഏരിയയിലാണ്. അവന് ഹെൽപ്പ് ചെയ്യാൻ അവനാകെ കാണുന്നത് ജർമ്മൻസിന് മാത്രമാണ്, ഇന്ത്യൻസിനെ കാണുന്നില്ല. അവന് ചോദിക്കാൻ ആരും അറിയത്തില്ല, സീനായിരുന്നു. അപ്പോൾ പറയുന്നത് വ്യക്തമായിട്ട്, ഇപ്പോൾ ജർമ്മനിയിലുള്ളവരോ ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കുന്നവരോ ലാംഗ്വേജ് പഠിക്കുന്നവരോ ഒക്കെ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് അങ്ങനെ കരുതണം എന്ന് വരില്ല. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് FS, ഔപെയർ, ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്. മറ്റൊന്നും ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നില്ല. മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ ഒന്നും പറയുന്നില്ല. സോ മസ്റ്റായിട്ടും കാണാൻ. നിങ്ങളും ഇതുപോലെ അബദ്ധമൊന്നും വരുത്തരുത്. സിമ്പിൾ വേയിൽ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെയിൻ ഇവിടുത്തെ ജർമ്മനിയിൽ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ മെയിനായിട്ട് എന്തുണ്ടെങ്കിലും നമുക്ക് ചോദിക്കുന്നത്.
വൺസ് നിങ്ങൾക്ക് ഇതുപോലെ ടെർമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 1 വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ടെർമിനേഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെർമിനേഷൻ കിട്ടിയ ആ സമയത്ത് നിങ്ങൾക്ക് ആർബൈറ്റ്സ് അഗഞ്ചർ അല്ലെങ്കിൽ ജോബ് സെൻറ്ററിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും. മന്ത്ലി ഇത്ര പൈസ വെച്ച് കിട്ടും. കാരണം നമ്മൾ 1 വർഷത്തിൻ്റെ കേസാണ്. നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് സാലറി കിട്ടണമെങ്കിൽ നമുക്ക് 12 മാസം നമ്മൾ അവർക്ക് പൈസ കൊടുത്തിരിക്കണം. നമ്മൾ നമ്മുടെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഹാൾട്ടിൽ നമുക്ക് അതിൽ കൊടുക്കുന്നുണ്ട്, നമ്മൾ അടയ്ക്കുന്ന പൈസയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിലൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ കുറച്ച് പൈസ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഇങ്ങനെ ഒരു 12 മാസം ജർമ്മനിൽ നിന്ന് ആ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്കപ്പോൾ ഒരു ഏകദേശം കുറച്ച് സമയമൊക്കെ ജർമ്മനിയിൽ ആ പൈസ വെച്ചിട്ട് നിൽക്കാനൊക്കെ പറ്റും, ലൈക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ. ദെൻ പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പ്രൊബൈസൈറ്റ് വെച്ചിട്ടാണെങ്കിൽ 6 മാസം മുമ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ടെർമിനേഷൻ ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ബോണും കണ്ടെത്തണം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഷൂളിൽ നിന്ന് കിട്ടാത്തൊരു പുറമേ നിന്നുള്ളൊരു ബോണിങ് നിങ്ങൾ സ്വയം കണ്ടെത്തിയതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം എളുപ്പമാണ്. ഷൂളിൽ നിന്നാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തോ അങ്ങനെ നിങ്ങൾക്ക് നിന്നിട്ട് വേണം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ നിങ്ങൾ പലരും സ്വന്തമായിട്ട് വീടുകൾ നിൽക്കാറുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള റാറ്റ് ഹൗസ്. നമ്മുടെ സിറ്റി സെൻറ്റർ, നമ്മുടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്ന അവിടെയാണ് റാറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് നമുക്ക് വോണിങ്ങിൻ്റെ പൈസ കിട്ടും റാറ്റ് ഹൗസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അത് നമ്മൾ ജസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്യണം. നിങ്ങൾ അവർ ഡയറക്റ്റ് അതിൻ്റെ ഇൻഫർമേഷൻ ഡെസ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എവിടെ പോകണം, എന്ത് ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ. അതും ഇതുപോലൊരു ഓപ്ഷൻ പറയുന്നതാണ്. ഇതിനൊക്കെ പുറമെ നിങ്ങൾ മെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയേണ്ടത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇമിഗ്രേഷൻ ഓഫീസ്, ഔസ്ലാൻഡ് ബഹ്യോഡെ എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് നമ്മുടെ കാര്യത്തിൽ മെയിൻ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ കോൺട്രാക്റ്റ് കിട്ടി ടെർമിനേഷൻ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ആർബിറ്റ്സ് അഗഞ്ചൂറിൽ ഒന്ന് പോയിരിക്കണം, ഒന്ന് രജിസ്റ്റർ ചെയ്തിടണം. ജോലിയില്ല, അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഇപ്പോൾ എന്ന് പറയണം. ദെൻ നിങ്ങൾക്ക് ജോബ് സെൻറ്ററിൽ പോവാം. ജോബ് സെൻറ്ററിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് വല്ല ജോബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജോബിന് കയറാൻ പറ്റും. അല്ലെങ്കിൽ അവർ തന്നെ നമുക്ക് വല്ല ഹൗസ് ബിൽഡിങ് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യും. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിടും. ഈ 2 സ്ഥലത്ത് മസ്റ്റായിട്ട് നിങ്ങൾ പോകേണ്ടതാണ്. ഓപ്പയറോ FSTO അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് പോയി നോക്കേണ്ട 2 സ്ഥലങ്ങളാണ്, മെയിനായിട്ട് പോകേണ്ടതാണ് 2 സ്ഥലങ്ങൾ. ദെൻ നിങ്ങൾ ഷൂളിൽ നിന്നൊക്കെ പോകുന്നു, നിങ്ങൾക്ക് ക്വിൻഡിയും കിട്ടുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചോദിക്കണം എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ട് വേണം പോരാൻ. അല്ലാതെ പിന്നെ റീസൺ അറിയാതെ നിന്നിട്ട് കാര്യമില്ല. മസ്റ്റായിട്ട് ചോദിക്കേണ്ട കാര്യം ചോദിച്ചിട്ട് വരും. പോയത് പോട്ടെ, ചോദിച്ചിട്ട് പോരാ, അത്ര തന്നെ. ദെൻ നമ്മൾ പോകുന്നതാണ്. പിന്നെ കോൺട്രാക്റ്റിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കുത്തിയിരുന്ന് എല്ലായിടത്തേക്കും അയച്ചു തുടങ്ങാം. ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, കുത്തിയിരുന്ന് എല്ലായിടത്തേക്കും. FST ചെയ്യുന്നവരാണെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വേറെ FSTക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ BFTക്ക് അപ്ലൈ ചെയ്യുക. ഇവിടെ പലരും പറയുന്നുണ്ട് ഇപ്പോൾ ജർമ്മനിയിൽ BFTയും FST ഒക്കെ നിർത്തിയെന്ന്. ആക്ച്വലി അങ്ങനെ സംഭവമില്ല. ഇപ്പോഴും പല സ്റ്റേറ്റിലും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്, എൻ്റെ ഹോസ്പിറ്റലൊക്കെ BFT ഉണ്ട് നിലവിൽ. അപ്പോൾ പലരും പറഞ്ഞിരുന്നു വെബ്സൈറ്റിലൊക്കെ അങ്ങനെ കണ്ടുവരുമെന്നു. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ പല ഹോസ്പിറ്റലിലും BFT FST ഒക്കെ ഉണ്ട്, ഞാനും കണ്ടിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഉണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് സത്യാവസ്ഥ അറിയത്തില്ല. പല ഹോസ്പിറ്റലിലും FST ഉണ്ട്, BFT നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഔപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെ FSTക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം എല്ലായിടത്തേക്കും നമുക്ക് വേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ബെവർബിങ് അയക്കണം. ഒരു മോട്ടിവേഷൻ ലെറ്റർ ബെവർബിങ് സ്ട്രൈപ്പം വേണം. CB, നിങ്ങളുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, കാര്യങ്ങൾ ഇതൊക്കെ. ഇപ്പോൾ ഈ ഔപ്പയർ കഴിഞ്ഞൊരു കുട്ടിക്ക് ഹൗസ് ബിൽഡിങ് കയറണമെങ്കിൽ മെയിനായിട്ട് വേണ്ട ഒരു ക്രൈറ്റീരിയയാണ് ലാംഗ്വേജ്. പല സ്റ്റുഡൻസും 8 കഴിഞ്ഞവരൊക്കെയാണ് ഔപ്പയർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു മാർഗം FST ചെയ്യാനാണ്. ഇനി FST ചെയ്ത പിള്ളേർ ചിലപ്പോൾ ലൈക്ക് പിന്നെയും കിട്ടിയിട്ട് മാറാൻ നിൽക്കുന്നതാണെങ്കിൽ ലാംഗ്വേജും അവിടെ ഒരു ക്രൈറ്റീരിയയാണ് ഹൗസ് ബിൽഡിങ് കയറാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ 6 മന്തിനുള്ളിൽ നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ ലാംഗ്വേജ് ഒന്ന് എഴുതി സെറ്റാക്കാൻ നിൽക്കുക. എന്നുവെച്ചാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജസ്റ്റ് നമ്മുടെ ലൈഫിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല ക്വിൻഡിയും കിട്ടും, ടെർമിനേഷൻ ആവാം. പലരും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ലൈക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ നല്ല രീതിയിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു, നല്ല രീതിയിൽ പ്രാക്ടിക്കൽ ചെയ്തിരുന്നതാണ്. അവർക്ക് ഒരു നിമിഷത്തിൽ എന്തായിപ്പോയി, ആകെ തകിടം മറിഞ്ഞു പോയി.
നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ആകെ പ്രശ്നം വരുന്നത്. നമ്മൾ ആകെ തകർന്നു പോവും. നമുക്ക് ഒന്നും ആരോടും ചോദിക്കാനില്ല, പറയാനില്ല, സീനാണ്. അപ്പോൾ കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ പലയിടത്തേക്കും പല ഹോസ്പിറ്റലും കോഴ്സുകൾ പലതുണ്ട്, എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞു ക്രൈറ്റീരിയാസ് ലാംഗ്വേജ് ഒരു വിഷയമാണ്. ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് ഹോസ്പിറ്റലിന് വേണം. ഇൻ കേസ് ഹോസ്പിറ്റൽ ചെയ്യുന്ന ആൾ FSC കയറുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ എളുപ്പമാണ്. പക്ഷേ അവിടെ വീണ്ടും വരുന്നൊരു ക്രൈറ്റീരിയയാണ് അക്കോമഡേഷൻ. അപ്പോൾ അക്കോമഡേഷൻ ഉള്ള സ്ഥലങ്ങൾ കണ്ടെത്തി പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നതാണ് പ്രാക്ടിക്കാൻ്റായിട്ട് പല സ്ഥലത്തും കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് FS പോലെ തന്നെ അക്കോമഡേഷനും കിട്ടും, ചെറിയ രീതിയിൽ പൈസയും കിട്ടും. ഫുഡ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയൊരു പൈസയാണ് കിട്ടത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു സൈഡിൽ കൂടെ പറഞ്ഞതാണ്. ഞാനിതൊന്നും ജസ്റ്റ് എനിക്ക് തോന്നി വീഡിയോ ഇടാൻ തോന്നി, കാരണം ആ സീൻ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല, പറയണമെന്ന് തോന്നി പറഞ്ഞു പോകുന്നു. എനിക്കിപ്പോൾ വീഡിയോ ഇടാനൊന്നും ഒരു ഇതില്ലാത്തൊരു സമയമാണ്, തിരക്കാണ്, എക്സാംസ് അങ്ങനെയൊക്കെ പോകുന്നതാണ്. സോ ഇപ്പം ഞാൻ മുൻപ് നിന്നിരുന്ന സീഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം വീഡിയോ ഇടണം എന്ന് തോന്നി വീഡിയോ ഇടുന്നതാണ്. ഇവിടെ നിന്നാണ് എൻ്റെ കാര്യങ്ങളും തുടങ്ങിയത്. പക്ഷേ എനിക്ക് സീഗിന് വെച്ചിട്ടാണ് എനിക്ക് ടെർമിനേഷൻ ആയത്. ഇവിടുത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയറിലേക്ക് നമ്മൾ ഡെയിലി മെസ്സേജ് അയക്കൽ, കോൺടാക്ട് ചെയ്യൽ, അതൊക്കെ ആയിരുന്നു. പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വൺസ് നിങ്ങൾക്ക് കോൺട്രാക്റ്റ് എവിടെന്നെങ്കിലും നിങ്ങൾ ഒപ്പിക്കണം, FSC OPR ഏതെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് നേരിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയറിലേക്ക് അയക്കുക. പോസ്റ്റോ മെയിലോ എനിത്തിങ്, ഇവിടെ നമുക്ക് ഏതെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡയറക്റ്റ് നേരിട്ട് ചെല്ലാം. പിന്നെ ചിലവർക്ക് ചിലപ്പോൾ ഈ റെസിഡൻസ് പെർമിറ്റ് ആദ്യമേ വന്ന് കഴിയുമ്പോൾ തന്നെ കിട്ടാറുണ്ട്. 3 ഇയേഴ്സിൻ്റെ കാർഡൊക്കെ ഒരുമിച്ച് കിട്ടാറുണ്ട്. ചിലവർക്ക് 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സോ അവർ ഇതുവരെ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയർ പോയിട്ടുണ്ടാവത്തില്ല. എൻ്റെ കേസിലൊക്കെ ഞാൻ ആദ്യമേ ഫസ്റ്റ് മന്ത് വന്നപ്പോൾ തന്നെ എനിക്ക് 3 ഇയേഴ്സിന് പെർമിറ്റ് കിട്ടിയിരുന്നു. ആദ്യമേ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയർ പോയി എനിക്ക് അറിയായിരുന്നു എങ്ങനെയാണ് അവിടെ അപ്രോച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഐഡിയ ഉള്ളത് കൊണ്ട് ഞാൻ നേരിട്ട് അപ്രോച്ച് ചെയ്തിരുന്നു. പലർക്കും ഒരു ഐഡിയ ഇല്ല അവരുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയർ എവിടെയാണ്, റാറ്റോസ് എവിടെയാണ്, റാറ്റോസ് ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയർ ഒന്നാണോ, പല സ്ഥലത്തും ഡിഫറൻ്റ് ആണ്. ചിലയിടത്ത് ഒരേ ബിൽഡിങ്ങിൽ തന്നെയായിരിക്കും റാറ്റോസും ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയർ വരുന്നത്, ചിലയിടത്ത് രണ്ടായിട്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയർ വേറെ, റാറ്റോസും വേറെയാണ്. അത് രണ്ടും ഡിഫറൻ്റ് ആണ്. നിങ്ങളത് ഓർക്കണം. ചിലവർ പറയുമ്പോൾ പറയാറുണ്ട് രണ്ടും ഒന്നല്ലേ എന്നൊക്കെ. നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ, നമ്മുടെ ഫ്യൂറിങ്സ് വൈഗനീസ് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ചെയ്യുന്നൊരു മണ്ടത്തരാണ്. നമ്മുടെ നാട്ടിൽ ഇത് പറയില്ലേ, ഗുഡ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ, PCC എടുക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ പാസ്പോർട്ട് വെച്ച് പോകാറുണ്ട്. ഈ ആക്ച്വലി പാസ്പോർട്ട് വെച്ചിട്ട് സംഭവം ഇവിടെ വേണ്ട. ഞാനും പേ ചെയ്തതാണ് 1500 രൂപ കൊടുത്ത് PCC എടുത്ത് വന്നിട്ട് ഇവിടെ ആ പേപ്പറിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് വേണ്ട ഇവിടുത്തെ ഗുഡ് സർട്ടിഫിക്കറ്റ്, ഇവിടുത്തെ PCC എന്ന് പറയുന്നത് ഫ്യൂറിങ്സ് ഓർഗനൈസിയാണ്. നമ്മൾ ഏകദേശം 13 യൂറോ എന്തോ കൊടുത്തിട്ടാണ് PCC എടുക്കുന്നത്. അത് സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് PCC എടുക്കാവുന്നതാണ്. PCC ഫ്യൂറിങ്സ് ഓർഗനൈസ് എന്ന് പറയുന്നത് ഗുഡ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതൊക്കെ എടുക്കുന്നതാണ് നമ്മുടെ റാറ്റോസ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയറിൽ വിസ സംബന്ധമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ നിങ്ങൾക്ക് ഭയങ്കര പൈസ കുറവാണ്. അതൊക്കെ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റൈറ്റ്മെൻറ്റ് വളരെ കുറവാണ്, നിങ്ങൾ ആർബിട്സ് ഗേബർ അത്ര പൈസ നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയറിൽ മെയിൽ അയക്കാം. ഇങ്ങനെയാണ് സംഭവം, എനിക്ക് ഇത്ര പൈസ എൻ്റെ പൈസയാണ്, പക്ഷേ എനിക്ക് കയ്യിൽ കിട്ടും ഇത്ര കിട്ടുന്നുള്ളൂ. ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയറിൽ നമുക്ക് മെയിൽ അയക്കാം. അവർ ഡയറക്റ്റ് ആർബിട്സ് ഗേബറിനോട് ചോദിക്കുന്നതാണ്. ബട്ട് ഇവിടെ റീസൺ വരുന്നത് ആർബിട്സ് ഗേബറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു അമർഷം വരുന്നു, വീണ്ടും പോസിബിലിറ്റി ഫോർ ടെർമിനേഷൻ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്, നമുക്ക് കോൺട്രാക്റ്റ് കിട്ടി, കോൺട്രാക്റ്റ് സബ്മിറ്റ് ചെയ്യുക. കോൺട്രാക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് വേണ്ട വേറൊരു ഇതാണ്, നമ്മുടെ ഷൂളയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ആർബിട്സ് ഗേബറിൻ്റെ അടുത്തുനിന്ന് വേണ്ട ഒരു സംഭവമാണ് ആർബിട്സ് എർലോബിനീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ആർബിട്സ് അഗഞ്ചോറിൽ ഷൂളയിൽ നിന്ന് അവർ ഡയറക്റ്റ് അവർ മെൽഡൻ ചെയ്തിട്ട് അവരയക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണത്. അപ്പോൾ ആ സംഭവം കൂടി നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയറിലേക്ക് അയക്കും. ചില സമയത്ത് ഷൂള ഫില്ല് ചെയ്തിട്ട് അത് നമുക്ക് തന്ന് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയർ കൊടുക്കുന്നു. പലതും പല ടൈപ്പിലാണ്. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഹേവിയർ നേരിട്ട് ആർബിട്സ് അഗഞ്ചോറിന് കൊടുത്ത് അവർ ഫില്ല് ചെയ്ത് തിരിച്ച് നമുക്ക് വരത്തില്ല, അത് അവിടെ വയ്ക്കും. അതിൽ നിന്നാണ് നമ്മുടെ നമുക്ക് പെർമിറ്റ് സെറ്റ് ആവുന്നത്, ആർബിട്സ് എർലോബിനിസ്റ്റ് സെറ്റ് ആവുന്നത്. ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ്, നിങ്ങൾക്ക് പല പോസിബിലിറ്റീസ് ഉണ്ട്. ചിലവർ വർക്കിന് തന്നെ കയറാറുണ്ട് ഈ കുണ്ടിയും കിട്ടിക്കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് ഉള്ളവർ. ചിലവരിപ്പോൾ നാട്ടിൽ നിന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞവരൊക്കെ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോബ് കിട്ടാൻ വേണ്ടി നോക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കരുത്, ജോബിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുതരാൻ എനിക്കറിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റ മനു ജർമ്മനി എന്ന് തന്നെയാണ്, സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ഒരുപാട് മെസ്സേജൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, പല അറിയാത്ത മെസ്സേജും വരാറുണ്ട്, പറ്റുന്നവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വൺസ് ഒരു ടെർമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മൊമെൻറ്റ് തന്നെ തിരിച്ച് നാട്ടിൽ പോകരുത്. സമയമുണ്ട്, 1 മാസം സമയമുണ്ട്. ആ സമയത്ത് പറ്റുന്ന രീതിയിൽ ശ്രമിക്കണം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാനില്ല, നാട്ടിൽ പോകേണ്ടി വരും. പിന്നെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആൾക്കാരാണ് അവിടെ ഓഫീസേഴ്സ്. ചില സമയത്ത് അവർ നല്ലവരാണ്, ചില സമയത്ത് തീരെ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ അതും ഒട്ടും പറയാൻ പറ്റത്തില്ല. ലാംഗ്വേജ് നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചേക്കാൻ പറ്റും. ലാംഗ്വേജ് ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ ബബ്ബ കളിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ അറിയിച്ചു എന്നുള്ളൂ. ടെർമിനേഷൻ ഏത് സമയത്തും കിട്ടും. പോവാ, കോൺട്രാക്റ്റ് കൊടുക്കുക, അടുത്ത പെർമിറ്റ് വാങ്ങുക, നിൽക്കുക. അല്ലാതെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹൗസ് ബിൽഡിങ്ങിന് ഇടയ്ക്ക് ഹൗസ് ബിൽഡിങ്ങിൽ നിന്ന് വേറെ എവിടേക്ക് മാറാൻ പറ്റുമല്ലേക്ക് അങ്ങനെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, കോൺട്രാക്റ്റ് വൺസ് നമ്മൾ ജർമ്മനിയിൽ നിൽക്കുന്നത് ഒരു കോൺട്രാക്റ്റിൻ്റെ ബലത്തിലാണ്. കോൺട്രാക്റ്റ് ഇല്ല എങ്കിൽ നമുക്ക് ജർമ്മനിയിൽ നിൽക്കാൻ പറ്റത്തില്ല, നമ്മുടെ പെർമിറ്റ് ക്യാൻസലാവും. സോ നിലവിൽ നിങ്ങൾക്ക് മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്യാതെ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക വേറെ സ്ഥലത്തോട്ട്. അപ്പോൾ അവർ ചോദിക്കും ചില സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഷൂള് മാറുന്നു. അപ്പോൾ നിങ്ങളുടെ റീസൺ പറയാം. പല റീസൺസും പലവർക്കും പറയാനുണ്ടാവും. റീസൺസ് വാലിഡ് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് സീറ്റ് തരും. അപ്പോൾ നിങ്ങൾ മറ്റു ഷൂളിൽ പറയരുത്. ഷൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും അതും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ വൺസ് കോൺട്രാക്റ്റ് ഒക്കെ സെറ്റായി എന്ന രീതിയിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഷൂളിൽ പറയാം, എനിക്ക് ഇങ്ങനെയാണ് സീൻ, എനിക്ക് മാറണം എന്നുണ്ട്, ഇന്ന സ്ഥലത്തോട്ട് ഞാൻ മാറാണ്. ലൈക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പോവാം. ജർമ്മനിയിൽ അതിനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ട്. പക്ഷേ മറ്റേ സ്ഥലത്ത് സെറ്റായ ശേഷം മാത്രം തീരുമാനിക്കുക. അതില്ലെങ്കിൽ രണ്ടും ഇല്ലാത്ത അവസ്ഥയാണ്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. കുറേ ലാഗടിച്ച് പോയിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം. എനിക്ക് വീഡിയോ ഇടാനൊന്നും ഇപ്പോൾ ഒട്ടും ടൈമില്ല, കുറച്ച് ബിസിയാണ്. ഞാൻ എന്തായാലും ശ്രമിക്കാം വീഡിയോസൊക്കെ ഇടാനൊക്കെ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ബൈ.